ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. കേരള കത്തോലിക്ക സഭയിലുടനീളം ഇന്ന് ദൈവവചനത്തിൻ്റെ വിരുന്ന് നടക്കുകയാണ്. ലോഗോസ് ക്വിസ്. തിടനാട് സെൻറ്റ് ജോസഫ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം 4 തലമുറകൾ വചനം പഠിച്ച് പരീക്ഷ എഴുതുന്ന അപൂർവ ദിനം. ജലന്ധർ രൂപതയുടെ മെത്രാൻ മാർ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേൽ പിതാവിൻ്റെ വത്സല മാതാവും സഹോദരനും സഹോദരപുത്രനും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും ഇന്ന് ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു അപൂർവമായ കാഴ്ച കാണാൻ സാധിച്ചു. 4 തലമുറകൾ ഒരുമിച്ചിരുന്ന് ദൈവവചനത്തിലുള്ള അവരുടെ അറിവ് പരിശോധിക്കുന്നു. അത് ഒരമ്മച്ചിയുണ്ട്, ഏലിക്കുട്ടി അമ്മച്ചി എന്നാണ് പേര്. അമ്മച്ചി ജലന്ധർ രൂപതയിലെ പിതാവായ തെക്കുംചേരിക്കുന്നേൽ പിതാവിന്റെ അമ്മയാണ്. അമ്മയുടെ കൂട്ടത്തില് അമ്മയിലൂടെ ഈ ഭൂമിയിലേക്ക് വന്ന 3 തലമുറകളെ കൂടെ കാണാൻ സാധിച്ചു. അത് മാത്രമല്ല, ആ ഒരു ഹാള് നിറയെ ആളുകളാണ്. അത് അച്ഛന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണോ അതോ ആളുകൾക്ക് സ്വന്തമായിട്ട് ഉള്ള ഇനീഷ്യേറ്റീവിനെ അച്ഛൻ സപ്പോർട്ട് ചെയ്തതാണോ? എങ്ങനെയാണ് ഇങ്ങനെ ദൈവവചനത്തോട് ആഭിമുഖ്യമുള്ള ഒരു ജനത ഈ ഒരു ഇടവകയിൽ നിലനിർത്തി പോകുന്നത്? കഴിഞ്ഞ വർഷം മുതൽ ലോഗോസ് ക്വിസ് പരീക്ഷയിൽ പങ്കെടുക്കണമെന്ന് ഇടവകയിലുള്ള എല്ലാവരുടെയും വാർഡുതല പ്രാർത്ഥനാ കൂട്ടായ്മ വെച്ച് ആവശ്യപ്പെടുകയും ഏറെ സന്തോഷത്തോടെ അവരെല്ലാവരും ഇതിനകത്ത് മുതിർന്നവരുൾപ്പെടെ 96, 90, 80 ഒക്കെ വയസ്സുള്ള മുതിർന്നവരുൾപ്പെടെ വന്ന് പരീക്ഷ എഴുതാനായിട്ട് സന്തോഷത്തോടെ തയ്യാറാകുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് രൂപതാ തലത്തിൽ തന്നെ വെറും 800 വീട്ടുകാർ മാത്രമുള്ള ഇടവകയ്ക്ക് രൂപതാ തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് 3ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഈ വർഷവും അതുപോലെ ഇടവകക്കാർക്ക് വേണ്ട പ്രചോദനം നൽകി ലോഗോസ് ക്വിസിൽ പങ്കെടുക്കണമെന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന് ഇന്ന് 650ഓളം അംഗങ്ങൾ ഇവിടെ ലോഗോസ് ക്വിസ് പരീക്ഷയിൽ പങ്കുചേരുകയാണ്. ഈ വർഷത്തെ ഞങ്ങളെ സംബന്ധിച്ച്, ഈ തിടനാട് ഇടവകയെ സംബന്ധിച്ച്, സെൻറ്റ് ജോസഫിന് തീർത്ഥാടന കേന്ദ്രമായ ഈ തിടനാട് ഇടവകയെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ഒരു സുദിനം കൂടിയാണ്. കാരണം 4 തലമുറയിൽപ്പെട്ടവർ ഇന്ന് ഈ ലോഗോസ് ക്വിസ് പരീക്ഷയിൽ പങ്കുചേരുന്നു. 96 വയസ്സുള്ള ഏലിക്കുട്ടി അമ്മച്ചിയും അമ്മച്ചിയുടെ മകനും മകൻ്റെ മകനും കൊച്ചുമകനും ഒരുമിച്ചിരുന്ന് 4 തലമുറ ഒരുമിച്ചിരുന്ന് ലോഗോസ് ക്വിസ് പരീക്ഷയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ ഇടവകയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ സുദിനമാണ്. അമ്മച്ചി ആദ്യമായിട്ടാണ് ലോഗോസ് ക്വിസ് പരീക്ഷയിൽ ഈ വർഷം പങ്കുചേരുക. പക്ഷേ അമ്മച്ചി നാളുകളായിട്ട് ബൈബിൾ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇതിനോടകം സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ എഴുതി തീർത്തു. വീണ്ടും ഇന്നും ബൈബിള് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ജലന്ധറിലെ പിതാവായ തെക്കുംചേരിക്കുന്നേൽ പിതാവിൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ ഈ ഒരു ആത്മീയതയാണോ പിതാവിന് കിട്ടിയത്? ആ ഒരു അമ്മച്ചിയുടെ ആ ഒരു മാതൃകയെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? പിതാവ് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതവും പ്രചോദനവുമാണ്. 2 മക്കൾ വൈദികരായിട്ടുണ്ട്, 3 മക്കൾ സിസ്റ്റേഴ്സായിട്ട് ഉണ്ട്. അപ്പോൾ ദൈവവിളിയാൽ സമ്പന്നമാണ് ഈ തെക്കുംചേരിക്കുന്ന കുടുംബം. അമ്മച്ചി ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും അമ്മച്ചി മനോഹരമായൊരു താരാട്ട് പാട്ട് പാടി അവരെ ഉറക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് ആ പാട്ട് വളരെ വൈറലായിട്ട് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു താരാട്ട് പാട്ടാണത്. പാട്ട് എനിക്ക് മുഴുവനായിട്ട് കാണാതെ പാടാൻ എനിക്കറിയില്ല. അതിൽ അമ്മച്ചി ഇന്നും 96 വയസ്സിലും ആ പാട്ട് പിതാവിൻ്റെ കോൺസെക്രേഷന് ജലന്ധറിൽ വെച്ച് അമ്മച്ചി പാട്ട് പാടി. ഒപ്പം വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അവിടുത്തെ ജലന്ധറിലെ കൊയർ ഗായസംഘം ഈ അമ്മച്ചിയുടെ താരാട്ട് പാട്ട് അവിടെ പാടിയത് വളരെ സന്തോഷത്തോടുകൂടി അവിടുത്തെ ജനങ്ങൾ ഏറ്റുപാടുന്നത് കാണുവാൻ സാധിച്ചു.
ഡരിരം ഡരിരൻ ഡരിരാരോം ഡരിരൻ ഡരിരാരോം ഡരിരം ഡരിരൻ ഡരിരാരോം തേനോലും കൊച്ചു കുഞ്ഞേ കിലുകിലും ചെയ്തിടും കൺമണിയേ പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ ചാരേ കിഴക്കു സൂര്യൻ മലകളിൽ കുങ്കുമം ചാത്തിടുമ്പോൾ ദൂരയെ കുന്നുകേറി വിളവൊയ്യാൻ പോക നീ പന്നലാകെ കാറും കറുപ്പുമേശി വിളഭൂവി കുരിരുൾ മൂടിടുമ്പോൾ മഞ്ഞുമഴ സഹിപ്പാൻ പുതുമോദം ഉണ്ണി വേഗം വളരൂ നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാൻ ആളുകളിലധികം സ്നേഹത്തിൻ ഗാനം പാടി വിളവയ്യാൻ പോക നീ പൊന്നഴകേ നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാൻ ആളുകളിലധികം സ്നേഹത്തിൻ ഗാനം പാടി വിളവയ്യാൻ പോക നീ പൊന്നഴകേ പുഞ്ചിരി തഞ്ചിടുന്ന പുതുമുഖ ചന്ദ്രിക വീശി ഒന്നു നീ പോയിടണേ ക്രിസ്തുവിൻ്റെ മുന്തിരി തോപ്പിലേക്കായി അന്നു നീ പോയിടുമ്പോൾ വിളഭൂവിൽ അന്നു നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹരാജനീശോ പുളകത്തിൽ മലർമാല ചൂടും തേനൂലും കൊച്ചു കുഞ്ഞേ കിലുകിലും ചെയ്തിടും കൺമണിയേ പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. അമ്മച്ചിയുടെ അനിയത്തിയും സിസ്റ്ററായിരുന്നു. ആ സിസ്റ്ററിൻ്റെയും വളരെയധികം സാമീപ്യം ഞങ്ങളുടെ കൂടെയൊക്കെ ഞങ്ങൾ വളർത്തലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഒരു ആത്മീയതയിൽ ജീവിക്കണം. അപ്പോൾ പിന്നെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും മിഷൻ ലീഗ് പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവനായിരുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു 150 വീടുകളുണ്ട്. ആ വീടുകളെല്ലാം കയറും, മാസത്തിൽ ഒരു പ്രാവശ്യം കയറും. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ തീഷ്ണ. അപ്പോൾ മിഷൻ തിരുനാളൊക്കെ വരുമ്പോൾ മിഷൻ സ്റ്റാളുകളും ഇവിടെ പല്ലാട്ട് വന്ന കുഞ്ഞാട്ടൻ അവരാജ്ഞേട്ടൻ ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഒക്കെ തരും. അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളും സൂക്ഷ്മതയും ഒക്കെ വളരെ വ്യക്തമായിട്ട് കുഞ്ഞാട്ടൻ ഞങ്ങൾക്ക് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാലനം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള അവസരങ്ങൾ ധാരാളം കിട്ടി. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെയധികം അലട്ടി. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് കർത്താവിൽ മാത്രമേ പിടിച്ചുള്ളൂ. പൂർണ്ണമായ സംരക്ഷണം കിട്ടി. ഒരു നസ്രാണി തനിമയുടെ ചട്ടയും മുണ്ടും ഒക്കെ ധരിച്ച് മക്കളെ നല്ല രീതിയിൽ വളർത്തി 2 മക്കളെ വൈദിക ജീവിതത്തിലേക്കും 3 മക്കളെ സന്യാസിനികളായും ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയ ഒരമ്മച്ചിയെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അമ്മച്ചി 96-ാം വയസ്സിലും ദൈവവചനത്തോടുള്ള അഭിനിവേശത്തോടെയാണ് ജീവിക്കുന്നത്.